നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗുരുഭ്യോ നമ. ഗുരുസ്മരണയിൽ ഇന്നത്തെ ഭാഗവതവും എന്നുള്ള ആ പ്രഭാഷണ പരമ്പരയിലേക്ക് കടക്കാം. ഗുരോരനുഗ്രഹേണ ഉപമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ഭാഗവതത്തിൽ തന്നെ മറ്റൊരിടത്ത് കൃഷ്ണനും കുചേലനും കൂടി ഇരുന്ന് പറയുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾ പൂർണ്ണനാകുന്നു എന്ന് പറയുമ്പോൾ അപൂർണമായിരിക്കുന്ന മനുഷ്യജന്മം പൂർണ്ണതയെ പ്രാപിക്കുന്നു എന്നും പൂർണ്ണത എന്ന് പറയുന്ന ഈശ്വരഭാവത്തെ ആർജിക്കുന്നു എന്നും വേണം നമുക്ക് നിശ്ചയിക്കാൻ. ശാന്തിയും സമാധാനവും കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അലങ്കോലപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഉടമ എന്നുള്ള മട്ടിൽ നിന്ന് അയാൾ സ്വസ്ഥതയെ പ്രാപിക്കുന്നു. ഗുരോരനുഗ്രഹേണയുവ. ഈ ഇരു ഭാഗവതവും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകും. കാരണം എന്താ? ചിന്ത ആതുരമാകുന്ന ഒരവസ്ഥയിലേക്ക് നാം തീർച്ചയായിട്ടും നീങ്ങും. രണ്ട് ഭാഗവതത്തിലും വേദവ്യാസൻ്റെ ഗ്ലാനി ദുഃഖം രണ്ടു തരത്തിൽ നമ്മൾ ചിന്തിച്ച പോലെ ഒരിടത്ത് എന്തോ ആത്മസുഖമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റൊരിടത്ത് ദൈഹികമായിട്ടുള്ള സുഖം സന്തതിയില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലാനി എത്രയെത്ര തരത്തിലാണ് നമ്മെ അലട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇല്ലാതെയാകുന്നതിന് ഗുരുവിൻ്റെ സ്മരണ, അനുഗ്രഹം ആവശ്യമാണ്. ഗുരോരനുഗ്രഹേണ ഭഗവാൻ പൂർണ്ണപ്രശാന്തി. അപ്പോൾ ഇത്തരത്തിൽ സ്വസ്ഥത എന്ന് പറയുന്ന, സമാധാനം എന്ന് പറയുന്ന സമാധി, ആ അവസ്ഥയിലേക്ക് എത്താൻ ഒരേ ഒരു ഉപാധി ഈശ്വരസ്മരണ മാത്രം. ആ ഈശ്വരസ്മരണയ്ക്ക് എന്താ ഒരു പ്രത്യേക ഉപാധി എന്ന് ചോദിച്ചാൽ ഗുരുസ്മരണയും. അത്തരത്തിൽ ഗുരു ആ ഭാവത്തിൽ വർത്തിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ പരമാത്മാവ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഭാഗവതത്തിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നാം ഒരു ഭാഗത്ത് പ്രഥമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നുണ്ട്. അവിടെയും പറയുന്നത് മറ്റൊന്നുമല്ല, ഏതേച അംശകല പുംസഃ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. അപ്പോൾ വാസ്തവത്തിൽ കൃഷ്ണനാണ് സ്വയം, കൃഷ്ണനാണ് ഭഗവാൻ. ആ ഭഗവാനെ വിട്ടിട്ട് മറ്റാരും ഇല്ല എന്നുള്ള മട്ടിൽ കൃഷ്ണനെ ഒരു ആദ്യാവസാന വേഷക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന ഭാഗവത്തിൽ ഉടനീളം കൃഷ്ണനല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആ തത്വത്തെ നമ്മൾ കൃഷ്ണനെ തത്വമായിട്ടും സത്യമായിട്ടും ഒക്കെ എടുക്കും. അവിടെയും ആ കൃഷ്ണൻ എന്ന് പറയുന്ന തത്വത്തെ സാക്ഷാത്കരിഞ്ഞ് കഴിയുമ്പോൾ അതിനപ്പുറം മറ്റൊന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കിടക്കും. എല്ലാം അതിൽ നിന്നുണ്ടായതാണ്. പരബ്രഹ്മമാണ്. സത്യമായ പരബ്രഹ്മമായ ഈശ്വരനായ ഭഗവാനായ കൃഷ്ണൻ, അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അംശകല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മറ്റെല്ലാം ഉണ്ടായത് എന്ന്. ഭഗവാനിൽ നിന്നുണ്ടായതേ ഉള്ളൂ ഇവിടെയെല്ലാം. അപ്പോൾ ഈ രീതിയിലുള്ള ഭാഗവതത്തിൻ്റെ, അതായത് നിവൃത്തിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ ആദ്യത്തെ സ്കന്ധത്തിൽ മുഴുവൻ സവൈപുംസാം പരോ ഭക്തി. അപ്പോൾ നമ്മുടെ ധർമ്മത്തിൽ ഏതാണ് ഏറ്റവും പരമമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഭക്തിയാണ്. അപ്പോൾ ഭക്തി എന്നുള്ളത് വിട്ടിട്ട് മറ്റേ യാതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ആ ഭക്തി ശുഷ്കമായി പോകരുത് എന്നൊരു ധ്വനി കൂടിയില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. സവൈപുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ. ഭാഗവത്തിൽ പ്രധാനപ്പെട്ട ധർമ്മം എന്ത് എന്ന് ചോദിച്ചാൽ ഭക്തിയാണെന്ന് പറയും. പക്ഷേ ഇന്ന് കാണുന്ന ഭക്തിയെ അല്ല അവിടെ ഭാഗവതത്തിൽ വേദവ്യാസൻ സൂചിപ്പിക്കുന്നത്. ഭക്തി എന്ന് പറയുന്ന നാരദൻ തൻ്റെ ഭക്തിസൂത്രത്തിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നിർവചിച്ച ആ ഭക്തി ഉത്കടമായ ശക്തമായിട്ടുള്ളൊരു മനോഭാവം തന്നെയാണ്. മനസ്സിൽ വാസ്തവത്തിൽ വെറുതെ ഉണ്ടാകുന്ന ഇക്കിളി കൂട്ടുന്ന ചിന്തകളോ പ്രേമമോ ഇതൊന്നുമല്ല ഭക്തി.
സാധു അസ്മിൻ പരമപ്രേമരൂപ, പ്രേമം എന്ന് പറയുന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ഗാഠമായിരിക്കുന്ന ഭാവം, അതിൻ്റെ പ്രൗഢി, അതെല്ലാം തന്നെ ആലോചിച്ചു വേണം ഭക്തിയെ ചിന്തിക്കാൻ. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഭാഗവതധർമ്മം, ആ ഭക്തിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് മാഹാത്മ്യത്തിലൂടെയും മറ്റ് ഇതര ഭാഗങ്ങളിലൂടെയും നമ്മൾ നടന്നപ്പോൾ കണ്ടത് ജ്ഞാനവൈരാഗ്യങ്ങളുമാണ്. അതാണ് ഭക്തി എന്ന് പറയുന്ന അമ്മ. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ട ഭക്തി, ഒരു ഭക്തൻ എന്ന അവകാശവാദം ഉന്നയിക്കാൻ തക്ക യോഗ്യത അയാൾക്കുണ്ടാകുമ്പോൾ അയാളിൽ ജ്ഞാനവും വൈരാഗ്യവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അത് മൂന്നും കൂടി നൃത്തം ചെയ്യുന്ന ഒരു വേദിയായിട്ട് ഒരു ഭക്തൻ്റെ ഹൃത്തടം മാറുമ്പോൾ അവിടെ ഭാഗവതം പൂർണ്ണമായിട്ടുള്ള ഈശ്വരനെ നമുക്ക് ഇട്ട് തരികയാണ്. ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി നൃത്തം ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്ന അമ്മ, അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ചിന്തിച്ചുറപ്പിക്കുന്ന ഈശ്വരതത്വത്തെ കൃഷ്ണൻ എന്ന് പറയാം. മറ്റേതൊരു പറഞ്ഞാലും, ഏതൊരു പേര് പറഞ്ഞാലും വിരോധമില്ല, കൃഷ്ണനിൽ നിന്ന് ഉണ്ടായവയാണ് എന്ന് ചുരുക്കം. അപ്പം ഏതായാലും ഈ പ്രഥമസ്കന്ധം അതിൽ നമ്മൾ കാണുന്ന പല കഥാഗോളങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കേണ്ട ഒരു വിഷയം, അഗ്നിയിലേക്ക് പതിച്ചിട്ടും ശരീരമെടുക്കാതെ ഓടിപ്പോകുന്ന ശുകനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരും പടം വരച്ചു വയ്ക്കും ശരീരമുള്ള ഒരു ശുകനെ, നഗ്നനായ ശുകനെ, അല്ലെങ്കിൽ ആചാരബാഹുവായ ആ ശുകനെ. നമ്മൾ 19ാമത്തെ അധ്യായത്തിൽ കണ്ടതെല്ലാം തന്നെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെയെല്ലാം തന്നെ സൂക്ഷ്മതലം വിട്ടിട്ടൊരു സ്ഥൂലതലത്തെ പ്രാപിക്കുന്ന ഒരു ശുകനെ നമുക്ക് ആദ്യം വിഭാവനം ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം എന്താ, അഗ്നിയിലേക്ക് പതിച്ചു, ജനിച്ചു എന്ന് പറയുന്നുണ്ടോ, ഉടനെ ഓടി അകന്നു കാണാനില്ല. തിരോഭൂതമായിട്ടുള്ള ആത്മതത്വത്തെ എല്ലായിടത്തും ഒരു പ്രതിധ്വനിയായിട്ട് കേട്ടു എന്ന് കൂടി പറയുമ്പോൾ ശുഖബ്രഹ്മം, സനാതനമായിരിക്കുന്ന ആത്മാഭാവം തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഭാഗവതം എന്ന് പറയുന്ന പരീക്ഷിച്ച് കേൾക്കാനിരിക്കുന്ന ഭാഗവതം, അത് ഈ ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ അതിലൊരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടൊരു 19 അധ്യായങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭാഗവതത്തിൻ്റെ പ്രൗഢി, അതായത് നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ പ്രൗഢി ഈ അടിത്തറയിൽ കാണാം. 19 അധ്യായങ്ങളുള്ള പ്രഥമസ്കന്ധത്തിൽ എന്തിനാണ് ഈ കഥാഗോളങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചതെന്ന് ചിന്തിക്കുമ്പോൾ നല്ലൊരു അടിത്തറയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷിത്ത് ഉത്തരാഗർഭത്തിൽ ജനിക്കുന്നതും ഭഗവാനെ കാണുന്നതും, ജനിച്ചു വീണതിന് ശേഷം വളർന്നു വരുന്നതും, രാജ്യഭാരം ഏൽക്കുന്നതും, കലിയെ ശാസിക്കുന്നതും, കലിക്ക് വിധേയനാകുന്നതും, ശാപഗ്രസ്തനാകുന്നതും, അതുവരേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടിത്തറവാക്കിക്കൊണ്ട് അതിനെ എല്ലാം തന്നെ നല്ല ഒന്നാന്തരം ഈ പറയുന്ന അടിത്തറയുടെ കല്ലുകളാക്കി അവിടെ ഉറപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം മുന്നോട്ട് നീങ്ങുന്നത്. അവിടെ പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത തന്നെ ചിന്തിച്ചു നോക്കൂ. ജ്ഞാനദാഹിയായിട്ട് ഈശ്വരാന്വേഷണം നടത്തുന്ന, ഈശ്വരനെ കണ്ടുപിടിക്കാൻ ജിജ്ഞാസുവായിട്ട് അങ്ങനെയുള്ള വ്യക്തിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ തിരിഞ്ഞുപോയ അല്ലെങ്കിൽ പിരിഞ്ഞുപോയ ഒരു വ്യക്തി, അല്ലെങ്കിൽ വേദവ്യാസൻ്റെ സന്തതി അഗ്നിയിൽ നിന്നിങ്ങനെ ഉരുത്തിരിഞ്ഞു എന്ന് പറയുന്ന ജ്ഞാനം എന്ന് തന്നെ പറയണം. ആ ജ്ഞാനസ്വരൂപൻ അദ്ദേഹം വീണ്ടും ഇങ്ങനെ വന്ന് വക്താവായിട്ട് ഇരുന്നു കൊണ്ട് ശുഖബ്രഹ്മത്തോട് പറയുന്നു. ആ മട്ടിലാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ വെറുതെ ഉപരിപ്ലവമായിട്ട് ഭാഗവത കഥകളും അല്ലെങ്കിൽ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ അവയെ എല്ലാം തന്നെ പ്രത്യേക രീതിയിൽ പദാനുപദം നമ്മൾ അന്വയിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് ശുഖബ്രഹ്മമുണ്ടായോ, അഗ്നിയിൽ നിന്നുണ്ടായെങ്കിൽ അതെങ്ങനെ, ആ അഗ്നിയിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ഭാവം എന്തായിരിക്കും, അദ്ദേഹത്തെ എന്തുകൊണ്ട് നഗ്നനെന്ന് പറഞ്ഞു, ജ്ഞാനസ്വരൂപനെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ രൂപഭാവങ്ങളുണ്ടോ, ശരീരമില്ലാത്തൊരവസ്ഥയിലല്ലേ ഓടി അകന്നുപോയത്, അകന്നുപോയ അദ്ദേഹം വാസ്തവത്തിൽ ഇല്ലാതെയായില്ലേ, അഥവാ ലയിച്ചു ചേർന്നില്ലേ, അല്ലെങ്കിൽ തിരോഭൂതമായില്ലേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇതെല്ലാം തന്നെ ചിന്തിച്ചു നോക്കിയിട്ട് വേണ്ടേ ശുകനെ വക്താവായിട്ട് സ്വീകരിക്കുന്ന പരീക്ഷത്തിനെ കാണാൻ. ഭാഗവതത്തിൻ്റെ പ്രൗഢി അല്ലെങ്കിൽ ഭാഗവതം എത്രമാത്രം ഗഹനമാണ്, ഗൗരവപൂർണമാണ്, അത് എത്രമാത്രം ശക്തമാണ് എന്നറിയണമെങ്കിൽ ഈ ഭാവം നല്ലപോലെ നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. അതുകൊണ്ട് ഈ ശുകനെ നല്ലപോലെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ എന്നുള്ളത് ആവർത്തിച്ച് വേദവ്യാസന്തതിയായിരിക്കുന്ന ശുകനെ, അഗ്നിയിൽ നിന്ന് ജനിക്കുന്ന ശുകനെ, ആ അഗ്നിയിൽ നിന്ന് ജനിച്ച അഗ്നി തന്നെയായി തീർന്നിരിക്കുന്ന ശുകനെ, അഗ്നി എന്ന് പറയുന്ന ജ്ഞാനം സ്വരൂപമായിട്ടുള്ള ശുകനെ,
ആ ജ്ഞാനം വിളമ്പാൻ വേണ്ടിയിട്ട് മോക്ഷ ഹേതുവായിരിക്കുന്ന അറിവിനെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൂടുന്ന അവതരിക്കുന്ന ശുഗനെ അദ്ദേഹത്തെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അപ്പുറത്തും ശുഗനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവത്തിലെ ശുഗനെ ഇത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ഭാവം നമ്മൾ നല്ലപോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭാഗവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സഗൗരവം വീക്ഷിക്കാൻ നമുക്ക് കഴിയും. സഗൗരവം. അപ്പോൾ എല്ലാ തരത്തിലും അത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഭാഗവതം രചിക്കാനിടയായ കഥയും ആ രചിക്കുന്ന വേദവ്യാസൻ്റെ ഇരിപ്പും ചിന്തിച്ചു നോക്കും. എന്നിട്ട് ഈ വേദവ്യാസൻ പറഞ്ഞു കൊടുത്തത് ശുഖബ്രഹ്മം പഠിച്ചു എന്ന് പറഞ്ഞാൽ ജനിച്ച പാടെ തന്നെ ഓടിപ്പോയ വ്യക്തിയെ എങ്ങനെ പഠിക്കാനാ? അങ്ങനെ തർക്കങ്ങളും കുതർക്കങ്ങളും വിതർക്കങ്ങളും എന്ന് വേണ്ട, ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരവുമൊക്കെ ഇങ്ങനെ ശരം എയ്യുന്ന പോലെ എയ്ത് വീർപ്പൂട്ടിക്കാൻ പറ്റുന്ന സങ്കേതങ്ങളെല്ലാം തന്നെ നമ്മുടെ പുരാണങ്ങളിൽ കാണാം. പക്ഷേ അവിടെ ഒരു മനുഷ്യ മനസ്സ്, ശക്തമായിട്ടുള്ളൊരു ചിന്താഗതിയുടെ ഉറവിടമായിരിക്കുന്ന ഇരിപ്പിടമായിരിക്കുന്ന ഒരു മനുഷ്യ മനസ്സ്, ആ മനസ്സിനെ നമ്മൾ രൂപീകരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി, അഭൂതപൂർവമായിരിക്കുന്ന ഒരു അനുഭൂതി, അതുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നേട്ടം. പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും തന്നെ നല്ലൊരു ധാരണയിലേക്ക് വന്നിട്ട് ധ്യാനിച്ച് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനിക്കണമെങ്കിൽ വ്യക്തമായിട്ടൊരു ധാരണയില്ലെങ്കിൽ എന്ത് ധ്യാനിക്കാനാണ്? കുറേ ജപിച്ചുകൊണ്ടിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ പൂർവികർ പറഞ്ഞു തന്ന ചിത്രം വരച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പടം മുൻപിൽ വെച്ചുകൊണ്ട്, വിഗ്രഹം മുൻപിൽ വെച്ച് അതിനെ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരുന്നതിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കുന്നതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. ധാരണയില്ല എങ്കിൽ അതിനെ ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും രൂപം ധ്യാനിക്കുന്ന ആദ്യത്തെ പടി മാത്രമാണ്. അപ്പോൾ ഈ എല്ലാ തരത്തിലും അതിൻ്റെ ഈ ധാരണ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ആ ഭാവത്തിലേക്ക് കടന്നിട്ട് വേണം നമ്മൾ ധ്യാനത്തിലേക്കും പിന്നെ സമാധിയിലേക്കും കടക്കാൻ. അങ്ങനെ സമാധിയിലേക്ക് കടക്കുമ്പോൾ വല്ല രൂപവും അവശേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രഥമവും പ്രാധാന്യമറിയിക്കുന്നതുമായിട്ടുള്ള ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഈ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയാണെന്ന് നിസ്തർക്കം പറഞ്ഞു മതിയാവും. അപ്പോൾ ഇത്തരത്തിൽ സമാധി അത് ആസ്വദിക്കാനോ അനുഷ്ഠിക്കാനോ അവിടെ എത്തിച്ചേരാനോ വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് മാത്രം ഉതകുന്നതായിട്ടുള്ളൊരു പുരാണമാണ് ഭാഗവതം. അതാണ് നിവൃത്തി. അപ്പോൾ നിവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ മറുപുറമായതുകൊണ്ട് പ്രവൃത്തികളെല്ലാം തന്നെ ഇല്ലാതെയാക്കി നിവൃത്തി എന്ന് പറയുന്ന സമാധാനത്തിലേക്കും സമാധിയിലേക്കും കടക്കണമെങ്കിൽ ധ്യാനം അനിവാര്യം, സത്യം പരം ധീമഹി. പക്ഷേ അതിനടിസ്ഥാനമായിരിക്കുന്ന ധാരണ അതിലേറെ അനിവാര്യം. അങ്ങനെയുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പറയുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് സൂക്ഷ്മഭാവത്തിൽ നിന്ന് സ്ഥൂലഭാവത്തിലേക്ക് വന്ന ആ ഈശ്വരഭാവമായിട്ട് കാണാൻ കഴിയും. മലയാളീകരിച്ച ആ ഭാവം വളരെ രസകരമായിട്ട് നമ്മൾ കാണുന്നത് ഈ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നു. 28ാമത്തെ ശ്ലോകമാണ് 3ാമത്തെ അധ്യായം. അവിടെയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഭഗവാൻ ജനിച്ചു എന്നെല്ലാം പറയുന്നത് എങ്ങനെ വളരെ രസകരമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എല്ലാ തരത്തിൽ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മറ്റെല്ലാം അംശകലകൾ കൃഷ്ണനോ ഭഗവാൻ സ്വയം. എന്നിട്ട് യുഗം തോറും അവൻ മഞ്ഞിൽ രക്ഷയ്ക്കേവം പിറക്കയാം. തീർന്നില്ല. ഗുഹ്യം ഈ ഭഗവത് ജന്മം ഗുഹ്യമാണത്. പിടികിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗുഹ്യം ഈ ഭഗവത് ജന്മം ശുചിയായി രണ്ടു നേരവും ഭക്തിയ കീർത്തിക്കുവാൻ ദുഃഖം സർവം തീർന്ന് വിമുക്തനാം. ഗുഹ്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഏത് വ്യക്തിയാണോ ഭഗവാന്റെ ഈ സ്തുതികളോ കീർത്തനങ്ങളോ ഒക്കെ ആലപിച്ചുകൊണ്ട് അതിലിങ്ങനെ അമരുന്നത് അയാൾ വിമുക്തനായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് അരൂപനാം ചിതാത്മാവിൽ, അരൂപമാം അല്ലെങ്കിൽ അരൂപനാം ചിതാത്മാവിൽ മഹതാദി ഗുണങ്ങളാൽ ആത്മാവിൽ കൽപ്പിതം ജീവൻ തൻ്റെ ഈ സ്ഥൂലരൂപവും, ജീവൻ തൻ്റെ ഈ സ്ഥൂലരൂപവും. അപ്പോൾ ജീവൻ എന്താണെന്നോ അതിൻ്റെ സ്ഥൂലരൂപം എന്താണെന്നും സൂക്ഷ്മത്തിലാണ് ആ സ്ഥൂലരൂപത്തിലേക്ക് വരുന്നതും എല്ലാം തന്നെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണനെ പ്രത്യേകം എടുത്തിട്ട് കാണിക്കുകയാണ് ഈ പ്രഥമ ഭാഗത്ത്, ആദ്യ ഭാഗത്ത്. ഈ 3ാമത്തെ അധ്യായം മാത്രമേ ആയുള്ളൂ. അരൂപനാം ചിതാത്മാവിൽ മഹതാദി ഗുണങ്ങളാൽ ആത്മാവിൽ കൽപ്പിതം ജീവൻ തൻ്റെ ഈ സ്ഥൂലരൂപവും ആകാശത്തിൽ കാറിനമ്പോൾ കാറ്റിൽ ഭൂരേണു പോലെയും ദൃഷ്ടാവിൽ അധ്യാസിതം ആരോപിക്കപ്പെടുന്ന അധ്യാസിതം ഇങ്ങ് അജ്ഞരാൽ ദൃശ്യഭാവവും. ഇതിൽ പല എന്താ പറയുക, ആരോപിതം. അപ്പോൾ ആരോപിതം എന്ന് പറയുന്നത് വീണ്ടും ആരോപിതം താൻ ഇതിൽ നിന്ന് അന്യമം സൂക്ഷ്മദേഹവും
ഇന്ദ്രിയഗ്രാഹ്യം അജീവോപാധി ജന്മമെടുക്കയാം. അവിദ്യയാൽ കൽപ്പിതമീ സ്ഥൂല സൂക്ഷ്മ ഓവസ്സുകൾ സ്വജ്ഞാനത്താൽ നീങ്ങിയിടുമ്പോൾ ഉണ്ടാം ആ ബ്രഹ്മദർശനം. ഭഗവന്മായ ഈ ദേവി വിദ്യ എന്നടങ്ങുമോ ജീവൻ തഥാ സ്വമഹിമാവിങ്കൽ മിന്നുന്നു സത്യമായി. ജന്മകർമാദിയില്ലാത്തൊരു അന്തര്യാമിക്കും ഈ വിധം ജന്മകർമ്മങ്ങൾ ഉണ്ടെന്ന് രഹസ്യം ചൊല്ലുവൂ പണ്ഡിതർ. പല പല പ്രശ്നങ്ങളാണ്. പരസ്പര വിരുദ്ധങ്ങളായിട്ട് തോന്നുന്നതും വൈവിധ്യമാർന്ന ഈ പ്രസ്താവനകൾ ഈശ്വരനെ സംബന്ധിച്ച് അത് വാസ്തവത്തിൽ ചിന്തിക്കുമ്പോഴാണ് സൂക്ഷ്മതലത്തിൽ നിന്ന് സ്ഥൂലമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് കടന്നു വരുന്ന ജീവൻ്റെ ഗതി. ഈശ്വരാവതാരവും അതിൽ നിന്ന് വിഭിന്നമല്ല. അപ്പോൾ ജന്മഹീനമായിരിക്കുന്ന രൂപമില്ലാത്ത ഈശ്വരൻ രൂപം എടുക്കുകയും ജന്മം എടുക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിൽ നിന്ന് സ്ഥൂലമായിരിക്കുന്ന തടിച്ചുകൊഴുത്ത പ്രപഞ്ചത്തിലേക്കുള്ളൊരു വരവാണ്. അങ്ങനെ വന്ന ഭഗവാനാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അദ്ദേഹമാണ് ഭഗവാൻ. ഭഗവെന്നുള്ള ശബ്ദത്തിന് 6 കൂട്ടം അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഗുണങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ആരോപിച്ചുകൊണ്ടാണ് ഭഗശബ്ദത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതും. അവിടെ ശ്രീയും ഐശ്വര്യവും ബലവും വീര്യവും ജ്ഞാനവും വൈരാഗ്യവും ഇതെല്ലാം തന്നെ വന്നിട്ടാണ് വാസ്തവത്തിൽ ഭഗശബ്ദം വ്യാഖ്യാനിക്കപ്പെട്ട് ഭഗവാനെ നമുക്കിട്ട് വരുന്നത്. ഭഗവാൻ ഭഗവതി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ. അപ്പോൾ എല്ലാ തരത്തിലും ഭഗശബ്ദത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭഗവത് ശബ്ദം, ഭഗവതി, ഭഗവാൻ എന്ന് പറയുന്ന ഭാവം, ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ആ 6 കൂട്ടം കാര്യങ്ങളെ കൊണ്ട് സമ്പന്നമാണ്. ആ ഭഗവാൻ വാസ്തവത്തിൽ ആരെയെന്ന് വീണ്ടും ഇതിൽ പറയുന്നത് അദ്വൈത ജ്ഞാനമെന്നും പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ എല്ലാ തരത്തിലും ഭഗവാനായാലും ഭഗവതിയായാലും ദേവീഭാഗവതത്തിൽ ഇങ്ങനെ ഒരു സമീപനം കാണാൻ ബുദ്ധിമുട്ടുള്ളത് അതിഗഹനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭാഗവതത്തിൽ തുടക്കത്തിലെ തന്നെ അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്ന സന്ദർഭത്തിൽ പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാനിരിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ സുഖബ്രഹ്മം വന്നിട്ട് ഭാഗവതം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു അടിത്തറ പാകിയിട്ടിരിക്കുകയാണ്. നിവൃത്തിക്ക് നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിർബന്ധം. നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൽപ്പിതമെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആരോപിതമെന്ന് പറയുന്ന സംഗതികൾ ചെയ്യുക. അപ്പോൾ ഈ പ്രാരബ്ധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളോ അനുഭവിച്ചുകൊണ്ട് കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് തീർത്തുകൊണ്ട് നമ്മളിങ്ങനെ പോവും. നേരെ മറിച്ച് നിവൃത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പ്രവൃത്തിയിൽ നിന്ന് എങ്ങനെ നമുക്ക് വിടുതൽ നേടാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് അതിൽ നിന്ന് വിടുതൽ നേടിയിട്ട് നമുക്ക് എങ്ങനെ സൂക്ഷ്മതലത്തിലേക്ക് വീണ്ടും പോകാൻ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന സൂക്ഷ്മതലത്തിൽ നിന്നാണ്. പ്രണവം എന്ന് പറയുന്ന ശബ്ദം, അതിൻ്റെ നാദം എന്ന് പറയുന്ന സൂക്ഷ്മതലം, അവിടെ നിന്ന് ഇങ്ങനെ അതൊരു ബിന്ദുവായിട്ട് പരിണമിച്ച് അതിന് പിന്നാലെ ബിന്ദുക്കൾ കൂടി ചേർന്ന് നേർവരയായിട്ടും പിന്നാലെ ജ്യാമിതി അല്ലെങ്കിൽ അത്തരത്തിൽ ജിയോമെട്രിക് കൺസ്ട്രക്ഷൻ വന്നപ്പോൾ വ്യത്യസ്ത രൂപങ്ങളുമെല്ലാം തന്നെ സൃഷ്ടമായ പോലെ അതിസൂക്ഷ്മമായിരിക്കുന്ന തലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ സ്ഥൂല പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതേ രീതിയിലെല്ലാം അവതാരങ്ങളും ജന്മവും വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും ജീവജാലങ്ങളും. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ലൊരു അടിത്തറ എന്ന് പറഞ്ഞ സൂക്ഷ്മമായിട്ടുള്ള ഭാവം നമുക്കുണ്ട്. അതാണ് നിതാന്തമായ സത്യം, അതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ള ബോധം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഭാഗവതത്തിലേക്ക് കടക്കാനെന്ന്. അതുകൊണ്ടാണ് 8ാമത്തെ അധ്യായത്തിൽ കുന്തി സ്തുതി, അതുപോലെ തന്നെ 9ാമത്തെ അടുത്ത അധ്യായത്തിൽ ഭീഷ്മസ്തുതി. അവിടെയെല്ലാം തന്നെ 2 സ്തുതിയിലും നമ്മൾ കാണുന്നത് ഒരിടത്താണെങ്കിൽ വാസ്തവത്തിൽ ഈ പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആ സ്തുതിയിൽ കാണുന്നത് തന്നെ അല്ലയോ ഭഗവാനെ, എന്നെ ഈ ബന്ധങ്ങളെല്ലാം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നയിക്കണമേ. വിപതസന്ധനശത്ര അത്ര ജഗദ്ഗുരു എന്ന് പറയുന്ന കുന്തിസ്തുതിയിൽ ദുഃഖങ്ങൾ അടിക്കടി വരട്ടെ എന്ന്. നമസ്തേ സർവഭൂത അന്തർബഹിപൂർണ മഹാപ്രഭോ സർവാദ്യരൂപ പരമ്പൊരുളെ വാ ഗോചര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വാസ്തവത്തിൽ കുറേ തൻ്റെ ജീവിത കഥകളിൽ അകപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞ് പോകുന്ന ഇവർ പറയുന്നത് വന്നുകൊള്ളട്ടെ ദുഃഖങ്ങൾ അടിക്കടി ജഗദ്ഗുരു. അപ്പോൾ അങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടാമല്ലോ നിൻ ദർശനം ഭവനാശനം. അപ്പോൾ ഭാഗവതത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജീവൻ ബ്രഹ്മൈക്യം എന്നെല്ലാം തന്നെ പറയുന്ന ഈ ഭാഗവത പുരാണത്തിൽ ഭവദർശനം കൊണ്ട് വാസ്തവത്തിൽ ഭവദർശനം നിന്നെ കണ്ടാൽ ഉണ്ടാകുന്ന ഭവനാശനം സംസാരനാശനം.
ജനിക്കാതിരിക്കാൻ എന്താ വിദ്യ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി ഈ പറയുന്ന കുന്തി പറയുകയാണ്, വന്നുകൊള്ളട്ടെ ദുഃഖങ്ങൾ അടിക്കടി ജഗദ്ഗുരു, അപ്പപ്പോഴുണ്ടാമല്ലോ നിൻ ദർശനം ഭവനാശനം. അപ്പോൾ ദുഃഖങ്ങളെ കൊണ്ട് അലട്ടും അങ്കലാപ്പും വരുമ്പോൾ ധ്യാനിച്ച് ഒരു യോഗാരൂഢമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുമ്പോൾ നിന്റെ ദർശനം കിട്ടുമ്പോൾ പിന്നെ ജനിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കാം. അത് ഭാഗവതത്തിൻ്റെ. ഇനി അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അവർ പറയുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സംഗതി, എല്ലാ തരത്തിലും എൻ്റെ കൂട്ടരായിരിക്കുന്ന ഈ പാണ്ഡു വൃഷ്ണി ജാതർ, അപ്പോൾ ഈ പാണ്ഡവന്മാരല്ലെങ്കിൽ പാണ്ഡുവിൻ്റെ വംശവും വൃഷ്ണികളുടെ വംശവും എന്നൊക്കെ പറയുന്ന എൻ്റെ കൂട്ടര്, കൂട്ടർ ഈ പാണ്ഡു വൃഷ്ണിജാതർ എന്നുള്ള തോന്നൽ നശിപ്പിക്കുക വിശ്വാത്മൻ വിശ്വമൂർത്തേ ജഗത്പതേ. എൻ്റേതാണ് ഈ കാണുന്ന എല്ലാവരും സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ് എന്നുള്ള ചിന്ത അത് എന്നിൽ നിന്ന് മുറിച്ചു തരാനാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 8ാമത്തെ ഈ അധ്യായത്തിൽ വാസ്തവത്തിൽ കുന്തിസ്തുതി എന്ന് പറയുന്ന വളരെയേറെ പ്രഗത്ഭമായിട്ടുള്ള സ്തുതിയിൽ കുന്തി ആവശ്യപ്പെടുന്നത് ഇത്രമാത്രം, എൻ്റെ എന്ന് പറയുന്ന ആ ബന്ധങ്ങളെല്ലാം തന്നെ മുറിച്ചേരണമെന്നാണ് പറയുന്നത്. വളരെ രസകരമായിരിക്കുന്ന ആ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. മായാ ജവനിക ഛന്നം എന്നെല്ലാം തന്നെ പറയുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലാ തരത്തിലും വിപദസ്സന്തു ന ശശ്വത്തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. മലയാളീകരിച്ച് നേരത്തെ വായിച്ച പോലെ ഇവിടെയും വാസ്തവത്തിൽ എനിക്ക് വേണ്ടതെന്താ, ജന്മകർമ്മങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന അല്ലയോ ഭഗവാനെ, എൻ്റേതായിട്ടുള്ള ഈ ബന്ധം എല്ലാ തരത്തിലും ഈ സ്വന്തക്കാരാണ് ഇവരെല്ലാം എന്ന് പറയുന്ന ആ ബന്ധമെല്ലാം തന്നെ എനിക്ക് വിച്ഛേദിച്ച് ഇല്ലാതെയാക്കി തരണേ. വളരെ രസകരമായിരിക്കുന്ന പ്രാർത്ഥന. അത് ഭാഗവതത്തിൻ്റെ പ്രമേയമാണ്. എന്താ ഭാഗവത്തിൽ ഇവിടെ പറഞ്ഞത്? ഇവിടെ വാസ്തവത്തിൽ എൻ്റെ എന്ന് പറയുന്ന ആ ബന്ധുക്കളാണ് അല്ലെങ്കിൽ മിത്രങ്ങളാണ് കൂട്ടർ ഈ പാണ്ഡു വൃഷ്ണിജാതരെന്നുള്ള തോന്നൽമേ നശിപ്പിക്കുക വിശ്വാത്മൻ വിശ്വമൂർത്തേ ജഗത്പതേ എന്ന് പറയുന്ന 42ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു. എന്താ പറയുന്നത്? എല്ലാ തരത്തിലും അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹഭാഷമിവം ഛിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. അപ്പോൾ ഭാഗവത്തിൽ എന്താണ് പറയാൻ പോകുന്നത്, അതുകൊണ്ടുള്ള നേട്ടം എന്തായിരിക്കണമെന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്ന പ്രഥമസ്കന്ധം, ഈ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ്. അതിൽ കുന്തി എന്ന് പറയുന്ന മഹാനുഭാവ ഭഗവാനെ സ്തുതിക്കുന്ന ഭവനാശനം വരാൻ വേണ്ടിയിട്ടാണ്, ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മറ്റൊരു സംഗതി കൂടി നീ അനുഗ്രഹിച്ചേകണം. എന്തെന്നത്, ഈ എൻ്റേതാണ് ഈ പാണ്ഡു വംശത്തിൽപ്പെട്ടവരും വിഷ്ണു വംശത്തിൽപ്പെട്ടവരും ഇവരെല്ലാവരും എൻ്റേതാണ് എന്നുള്ള തോന്നൽ അതും ഇല്ലാതെയാക്കി തരണം. അഹം മമ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് അറിവ് വരണം എന്ന്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു സംഗതി ഇവിടെ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞു. ഭാഗവതത്തിൽ ഈ ഒരേ ഒരു ചിന്ത മാത്രമേ അന്വർത്ഥമായുള്ളൂ. മോക്ഷത്തിന് ഹേതുവായിട്ടുള്ള രക്ഷപ്പെടാൻ ഉതകുന്ന അല്ലെങ്കിൽ വിമോചനമെന്ന് പറയുന്ന ആത്യന്തിക ലക്ഷ്യം ഒരു ജീവൻ ആ തേടിക്കൊണ്ടിരിക്കുന്ന മോചനം, മുക്തി എന്ന് പറയുന്നത്, അത് നേടണമെങ്കിൽ എന്തു വേണം? എൻ്റെ ഈ ബന്ധങ്ങളെല്ലാം മുറിച്ചേരുക. ആ മനസ്സ് ബന്ധിച്ച് കിടക്കുന്ന ബന്ധം എൻ്റെ സ്വന്തം എന്നെല്ലാം തന്നെ പറയുന്നത്, അതിനെ എല്ലാം തന്നെ ഇല്ലാതെയാക്കി തരിക. വളരെ വ്യക്തമല്ലേ ഭാഗവതം കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എല്ലാ തരത്തിലും ബന്ധം എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥം, സ്വന്തം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നെല്ലാം തന്നെ പാടി പറയുന്ന പോലെ ഇവിടെയും നമുക്ക് ഉറപ്പിക്കാം. അഹം മമ എന്ന് പറയുന്നതെല്ലാം തന്നെ നിശേഷം നശിപ്പിച്ചെടുക്കുക, അതെല്ലാം തന്നെ ഇല്ലാതെയാക്കി തരിക. കാരണം എനിക്ക് എന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള സംസാരത്തിൽ അകപ്പെടാൻ കാരണമാക്കിയിരിക്കുന്ന ഞാനും എൻ്റേതുമെന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതെയാക്കി തരണം എന്ന് പറയുന്ന കുന്തിദേവി. അതുപോലെ തന്നെ നമ്മൾ അതിശ്രേഷ്ഠനായിരിക്കുന്ന ഭീഷ്മരിലേക്ക് കിടക്കുമ്പോൾ അവിടെയും ഭീഷ്മർ വാസ്തവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തെ തമിമ അഹമജം ശരീരഭാജാം ഹൃദി ദിഷ്ടിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. എൻ്റെ ശരീരത്തെ ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഭീഷ്മര് കാത്തുകിടക്കുന്ന ഭഗവത് ദർശനമാണ്. ഏതൊരു ഭഗവത് ദർശനമാണോ ഭവമോചനത്തിന് ഉതകുന്നത്, കുന്തിദേവി പറഞ്ഞത്, അതേ രീതിയിലുള്ള ദർശനം കിട്ടിയപ്പോൾ ഭഗവാന്റെ മുൻപിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വാസ്തവത്തിൽ ആ സ്തുതിയിൽ ഒടുവിൽ
42-ാമത്തെ ശ്ലോകമാണ് അതും. ആ 42-ാമത്തെ ശ്ലോകത്തിൽ ആവശ്യപ്പെട്ടത് എന്താ? വളരെ രസകരമായിട്ടുള്ള ആ കൂടുവിടാൻ വേണ്ടിയിട്ട്, തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അനിലന് സമം ആർ കുരുക്കളാം മുളകളിൽ അക്ഷകൃശാനുവെക്കൊളുത്തി. യദുകുലദാശം പോലെ എല്ലാ കാര്യങ്ങളും നടത്തി തീർത്ത അല്ലയോ ഭഗവാനെ, ഇവിടെ ക്ഷിതിഭാരം ഒഴിവാക്കി, എല്ലാ തരത്തിലും ഭൂമിയുടെ ഭാരമൊക്കെ ഒഴിവാക്കി തന്ന ആർത്തിഹന്താവായിരിക്കുന്ന അവനയുമൂർത്തിത എൻ്റെ മുൻപിൽ നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഏതൊരു ലീലകളെ കൊണ്ടാണോ പ്രപഞ്ചത്തിൻ്റെ ഭാരമെല്ലാം തന്നെ ഇല്ലാതെയാക്കിയത്, യദുകുലത്തെ മുഴുവൻ ഇങ്ങനെ മുച്ചുകൂടം നശിപ്പിച്ച ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആർത്തി എല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന, ദുഃഖങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി തരുന്ന നിന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് വാസ്തവത്തിൽ എൻ്റെ ഈ കൂട് ഞാൻ വിടുന്നു, ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ഭാഗവതത്തിൻ്റെ നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ ലക്ഷ്യം, വളരെ ശക്തമായിട്ടുള്ള ഭാവം ഇവിടെ വാസ്തവം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു, ഉണ്ടായിക്കഴിഞ്ഞു. ഭാഗവതത്തിലേക്ക് കടക്കാൻ ഇനിയും പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായം വരാതെ നമുക്ക് ശുഖബ്രഹ്മത്തിൻ്റെ വരവില്ലാതെ നമുക്ക് അത് അന്വേഷിക്കാനോ കാണാനോ പറ്റില്ല. അവിടെ പരീക്ഷിത്ത് വന്നിരിക്കുന്നതൊക്കെ അപ്പോഴാണ്. അതിനു മുമ്പേ തന്നെ പാണ്ഡവവംശത്തിലെ അല്ലെങ്കിൽ കുരുവംശത്തിലെ ശ്രേഷ്ഠമതികളായിട്ടുള്ള ഇക്കതികളെ ഇട്ടു തന്നു. കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായിട്ട് വന്നു. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ളൊരു അവസരം ഒരുങ്ങി. ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനായി ആ അവസരത്തെ ഉപയോഗിച്ചു. ആ സന്ദർഭം കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് കുന്തിയുടെ സ്തുതി. അത് കഴിഞ്ഞിട്ടാണ് ശരശയ്യയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഭീഷ്മപിതാമഹൻ ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കാനുള്ള ഭാവത്തിലേക്ക്. അങ്ങനെ അദ്ദേഹവും പറഞ്ഞതാ, ഞാൻ കൂടുവിടുകയാണ്. അപ്പോൾ സ്വച്ഛന്ത മൃത്യു എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ട് കാണും. ഭീഷ്മരെ പറ്റി പറയുന്ന സ്വച്ഛന്ത മൃത്യു, നിനക്ക് എപ്പോൾ മരിക്കണമെന്ന് നിനക്ക് തോന്നുന്നോ നിനക്ക് നിശ്ചയിക്കാൻ നിൻ്റെ മരണം. അത്തരത്തിൽ സ്വച്ഛന്ത മൃത്യുവായിരിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാനെ ദർശിച്ചിട്ട് വേണം മരിക്കാനെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായി കാണും. അതുകൊണ്ടാണല്ലോ കുരുക്ഷേത്ര യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ അടിക്കടി വർദ്ധിച്ചു വന്നപ്പോൾ ഇദ്ദേഹം അവിടെ ശാന്തനായിട്ട് ഈ അർജുനൻ കൊരുത്ത അദ്ദേഹം ഉണ്ടാക്കി വെച്ച ശരപഞ്ചരത്തിൽ കിടക്കുകയാണ്. അവിടെ കിടക്കുന്ന ഉത്തരായനം കാത്ത് എന്നാണ് ഭാഗവതത്തിലെ പറച്ചിൽ. ഉത്തരായനം കാത്ത്. ആ ഉത്തരായനം മറ്റൊന്നുമല്ല, പാണ്ഡവന്മാർ നശിക്കാൻ പാടില്ല, അവരുടെ വംശം നിലനിൽക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി തൻ്റെ കുല സ്നേഹം കൊണ്ട്, തൻ്റെ കുലത്തിൽ അദ്ദേഹം വച്ചു പുലർത്തിയ സ്നേഹം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായി. അതനുസരിച്ച് അദ്ദേഹത്തിന് കൃതാർത്ഥതയോടുകൂടി ശരീരത്തെ വിടാനും കഴിഞ്ഞു. അഭിമന്യുവിൻ്റെ സന്തതിയായ പരീക്ഷിത്ത് ഉത്തരാഗർഭത്തിൽ ജനിച്ചു എന്നും അവിടെ ഭഗവാൻ ഉത്തരാഗർഭത്തിലേക്ക് കടന്നുകൊണ്ട് സംരക്ഷണം നടത്തുന്നു എന്നും വ്യക്തമായി ബോധ്യപ്പെട്ട അദ്ദേഹത്തിന് ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ ശരീരം വിടാനുള്ള അവസരമായി. അതാണ് ഉത്തരായനം. ഭഗവാനെ കണ്ടുകൊണ്ട്, നല്ലപോലെ ചിന്തിക്കേണ്ട, ഭഗവാനെ കണ്ടുകൊണ്ട്. ബുദ്ധി പറഞ്ഞാൽ എന്താ? ഭവദർശനം. അല്ലയോ ഭഗവാനെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ദർശനം. ആ ദർശനം ഇവിടെ വാസ്തവത്തിൽ നേരിൽ കണ്ടു ഭീഷ്മരെ. ഭീഷ്മർക്ക് അറിയാം ഇത് ഭഗവാനാണ്, ശരീരമെടുത്തിട്ടുള്ള ഉടലെടുത്തിട്ടുള്ള ആത്മസ്വരൂപനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ആ ശരീരത്തിൽ വിടാനുള്ളൊരു അവസരവും അവിടെ ഒരുങ്ങി. അത് ഒരുക്കിയായിരുന്നു ഇവർ. എത്രമാത്രം മഹാനുഭാവന്മാരാണ് ഇവരൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ 8-9 അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന മഹാപ്രസ്ഥാനം പോലുള്ള രംഗങ്ങളിൽ ഈ പാണ്ഡവന്മാരായാലും കൗരവന്മാരിൽപ്പെട്ട ആ ഗാന്ധാരി അല്ലെങ്കിൽ ആ പറയുന്ന ധൃതരാഷ്ട്രയെ പോലുള്ളവരും അവരും നിസ്സാരക്കാരൊന്നുമല്ല. അനുഗ്രഹീതരായിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങളാണ്. എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന കൂട്ടരാണ്. വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷിത്ത് അതിൻ്റെ വേറൊരു കണ്ണിയാണ്. അപ്പോൾ അത്തരത്തിൽ വേറൊരു കണ്ണിയായിട്ട് ഇവിടെ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പോലെ പൂർവികരും വാസുകൾ വടക്കോട്ടേക്കാണ് യാത്രയായത്. മഹാമേരുവിനെ ദർശിക്കാനായിട്ട്, മഹാമേരുവിനെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ മഹാമേരുവിനെ ദർശിച്ചുകൊണ്ട് കാര്യം നേടാനോ വേണ്ടിയിട്ട്. അവിടെയും അന്തർഭവിച്ചിരിക്കുന്ന രഹസ്യം നിസ്സാരമല്ല. വളരെ ഗുഹ്യമായിട്ടുള്ള വളരെയേറെ രഹസ്യമായിട്ടുള്ള സംഗതി അവിടെയുമുണ്ട്. മഹാമേരു എന്ന് പറയുന്ന നട്ടെല്ലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുപ്തമായിട്ടുള്ള സന്ദേശം. അത് നല്ലപോലെ ചിന്തിക്കണം. ഭാഗവതത്തിൽ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വെറുതെ പാടിപ്പോകാനുള്ളൊരു കിതാബ് എന്നുള്ള മട്ടെല്ലാം തന്നെ മാറ്റിയിട്ട് മഹാമേരുവിനെ ദർശിക്കാനുള്ള വെപ്രാളത്തോടുകൂടി മഹാപ്രസ്ഥാനം നടത്തുന്നു പാണ്ഡവരും കൗരവരും എന്നൊക്കെ പറയുമ്പോഴും വിതുരരായാലും ഗാന്ധാരിയായാലും ധൃതരാഷ്ട്രരായാലും ഇങ്ങനെയുള്ള കൂട്ടരെല്ലാവരും അവരെ തുടർന്ന് പാണ്ഡവന്മാരും എല്ലാവരും മഹാപ്രസ്ഥാനം ഇങ്ങനെ ആചരിച്ചുകൊണ്ട് മഹാമേരുവിനെ ലാക്കാക്കിക്കൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ശരീരാന്തർഗതമായിട്ടുള്ള നട്ടെല്ലിന് പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ ചിന്തിച്ചുറപ്പിച്ചിട്ട് വേണം
സനാതനധർമ്മികൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ മുന്നോട്ട് പോകാൻ, നമ്മൾ സനാതന ധർമ്മികൾ എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നട്ടെല്ലിനെ ലക്ഷ്യമിട്ട് ജീവിക്കുക, മേരുവിന് പ്രാധാന്യം കൊടുക്കുക. മഹാമേരു എന്ന് പറയുന്നത് ഈ നട്ടെല്ലാണ്. അപ്പോൾ നട്ടെല്ലിലുള്ള ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള ഷഡ്ചക്രങ്ങളെ ഭേദിക്കുന്നതോടുകൂടി നമ്മൾ സാധിച്ചെടുക്കുന്ന കാമക്രോധാദികളിൽ നിന്നുള്ള മോചനം, ഇതെല്ലാം തന്നെ മേരുവിലൂടെ സാധിക്കുന്നതാണ്. ഏതൊരു മേരുവാണോ ശരീരത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്, തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് ശക്തിയേകുന്നത് ആ മേരു. ആ മേരുവിലുള്ള സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സുഷുമ്നാകാണ്ഡത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ ശക്തമായിരിക്കുന്ന വടക്കോട്ടേക്കുള്ള ദർശനം, വടക്കോട്ടേക്ക് തിരിഞ്ഞിട്ടുള്ള ഇരിപ്പും, അതുപോലെ വടക്ക് എന്ന് പറയുന്ന മഹാമേരുവിൻ്റെ നേർക്കുള്ള യാത്രയും, ഇതെല്ലാം തന്നെ കാണിച്ചു തരിക. അപ്പോൾ ഈ കുന്തിയുടെ സ്തുതി, ഭീഷ്മരുടെ സ്തുതി എന്ന് പറയുന്ന രണ്ടും നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭഗവത് ദർശനത്തിന് കാക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മഹാമന്ത്രം തന്നെ സ്വീകരിച്ചിട്ട്, ആ മഹാമന്ത്രമല്ലാതെ ഭാഗവത മന്ത്രമല്ലാതെ മറ്റൊരു മന്ത്രവും നമുക്ക് സ്വീകരിക്കാനില്ല. ഈ വാസുദേവൻ എന്ന് പറയുന്ന സർവത്ര വസിക്കുന്ന ഈശ്വരചൈതന്യത്തെ തന്നിലും തൻ്റെ ഉള്ളിലും അന്ധകരണത്തിലും എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ ഭഗവത് വാക്യം ശിരസ മനസ്സ എല്ലാ തരത്തിലും സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക. കുന്തിയായാലും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഭീഷ്മരായാലും ശരീരത്തെയാണ് ഈ പറയുന്ന ശരപഞ്ചരത്തിൽ കിടന്നുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കൂട് വിട്ടിട്ട് അവിടെ നിന്ന് ഓടുന്നത്. അപ്പോൾ കൂട് സ്വീകരിച്ചു പോയ, ഈ ശരീരം സ്വീകരിച്ചു പോയ നമ്മളെല്ലാവരും ഈ കൂട് വിടാനും വാസ്തവത്തിൽ ബാധ്യസ്ഥരാണ്. ആ കൂട് വിടുന്ന രീതി എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഈ പറയുന്ന 8, 9 അധ്യായം. ഇങ്ങനെ വളരെ രഹസ്യവും രസകരവുമായിരിക്കുന്ന ഈ ഒന്നാമത്തെ ആ സ്കന്ധത്തിലൂടെ കടന്നു ചെല്ലുന്നത് വളരെയേറെ ഗംഭീരമായിരിക്കുന്ന ഗഹനമായിരിക്കുന്ന ഒരു സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് കൂടിയാണ്. അത് 9ാമത്തെ ദർശനം കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ഈ പറയുന്ന അധ്യായവും അതിനെ തുടർന്ന അധ്യായവും ഇതെല്ലാം തന്നെ വായിക്കുമ്പോൾ പരീക്ഷത്തിൻ്റെ ജനനമാണ്. ഈ പരീക്ഷത്തിൻ്റെ ജനനം വരുമ്പോഴാണ് തൊട്ടുതലോടിക്കൊണ്ട് വയറ്റിൽ കടന്നുകൂടിയിരിക്കുന്ന ഭ്രൂണത്തിൽ ആളിച്ചുകൊണ്ട് ഉത്തരാതിനെ തൊട്ട് തലോടി ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ ജനിപ്പിക്കുന്ന ആ വേളയിൽ ചിന്തിക്കണം, ഭഗവാന്റെ രക്ഷ കൊണ്ടാണ് ആ ഭ്രൂണം ഈ പറയുന്ന ഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ പറയുന്ന ദ്രോണരപുത്രനായിരിക്കുന്ന അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങനെ പോകുന്നത്. അവിടെ എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കണം, എത്രയും ശക്തനായിട്ടുള്ളൊരു മഹാനുഭാവൻ ഈ ഉത്തരയുടെ ഗർഭത്തിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വളർന്നു വരുന്നു, അയാളിപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ള മട്ടിൽ. അങ്ങനെ പുറത്തേക്ക് വന്ന അയാൾ വാസ്തവത്തിൽ അയാളുടെ ജാതകർമാദികളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ പല രീതിയിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപാണ്ഡവമാക്കും ഈ പറയുന്ന ഭാരതവർഷത്തെ എന്നുള്ള നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്തിയ ദ്രോണപുത്രരായിരിക്കുന്ന അശ്വത്ഥമാവിൻ്റെ ശപഥമെല്ലാം തന്നെ തെറ്റിച്ചു. ചിരഞ്ജീവിയാണെങ്കിലും ഒരു ദുഷ്ടകർമ്മത്തിന് ഇടവരുത്തിയ അയാൾ വാസ്തവത്തിൽ ശാപഗ്രസ്തമായിട്ടുള്ള രീതിയിൽ അലഞ്ഞിരിഞ്ഞ് അടക്കേണ്ട ഗതികേടും വന്നു എന്നും അത്തരത്തിൽ ഇങ്ങനെ ഓടി നടന്നിരിക്കുന്ന ഗുരുപുത്രൻ്റെ കഥയെല്ലാം തന്നെ പറഞ്ഞിട്ട് ജനിച്ചു വീണ ഇദ്ദേഹത്തിന് അവസരം കിട്ടുന്നത് ഈ രാജ്യഭാരമേൽക്കുമ്പോഴാണ്. രാജ്യഭാരമേൽക്കാൻ കാരണം എന്താ? അവിടെ പാണ്ഡവവംശത്തെയെല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർക്ക് സംരക്ഷണമേകൊണ്ട് വസിച്ച ഭഗവാൻ ഇവർക്ക് എല്ലാ തരത്തിലും രാജ്യം ഭരിക്കാനുള്ള അവസരമെല്ലാം തന്നെ ഒരുക്കി കൊടുത്തു. അവസാനമായപ്പോൾ രാജ്യത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, രാജ്യം വിട്ടുപോകണം. അപ്പോൾ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജാക്കന്മാർ എപ്രകാരമാണ് രാജ്യത്തെ വിടുന്നത് അതും വ്യക്തമാക്കി ഈ പറയുന്ന പ്രഥമസ്കന്ധത്തിൽ. ഇനി വരാനിരിക്കുന്ന പല ഭാഗത്തും ഈ രംഗം കാണാം. രാജാക്കന്മാരെല്ലാവരും തന്നെ രാജ്യം ഉപേക്ഷിക്കുന്നതും രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് മരവുരി ഉടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നതും. മരവുരി എന്ന് പറയുന്ന സന്യാസദീക്ഷയുടെ ചിഹ്നമാണ്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാം ത്യജിക്കുന്ന സമ്യക്കായിട്ട് സകലതും സന്ത്യജിക്കുന്ന ആ സന്യാസം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതും നമ്മുടെ മാർഗമാണ്. ഒന്നുകൂടി നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ആവർത്തിക്കുകയാണ്. ഏതൊരു രാജാവായാലും അല്ലെങ്കിൽ ക്ഷത്രിയനായാലും വൈശ്യനായാലും ബ്രാഹ്മണനായാലും ശൂദ്രനായാലും അവരെല്ലാവരും കർമ്മങ്ങളിൽ വ്യാപൃതനായിട്ട് കർമ്മത്തിൽ തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കാതെ കർമ്മത്തിൽ നിന്ന് വിമുക്തനാകണം. അതാണല്ലോ ഭാഗവത്തിൻ്റെ സന്ദേശം. അതെങ്ങനെ? രാജ്യഭാരമനുഷ്ഠിക്കുന്ന രാജാവ് രാജ്യഭാരം ഉപേക്ഷിച്ച് അതിനെയെല്ലാം തന്നെ നിഷ്പ്രയാസം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉപേക്ഷിച്ചുകൊണ്ട് വാനപ്രസ്ഥമാകുന്ന രീതി. അതല്ലേ ഇവിടെയും ഗംഗയുടെ തീരത്തേക്ക് പരീക്ഷത്തിനെ പോകാൻ പ്രേരിപ്പിച്ചതും.
അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തില്ലേ? ഭഗവാന്റെ സ്വധാമഗമനം കഴിഞ്ഞ് ഏതായാലും പാണ്ഡവന്മാരെല്ലാവരും തന്നെ വാസ്തവത്തിൽ വടക്കോട്ടേക്ക് ഇങ്ങനെ പോയി അവരുടെ ശരീരം ത്യജിച്ചതിന് ശേഷം ഈ രാജ്യഭാരം നടത്തിപ്പോന്ന ഈ പാണ്ഡവൻ അഥവാ ഈ പറയുന്ന പരീക്ഷിത് മഹാരാജാവ് രാജ്യത്തെ എല്ലാം തന്നെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് ഒടുവിൽ ശാപഗ്രസ്തനായപ്പോൾ തൻ്റെ മാർഗം തിരഞ്ഞെടുത്ത ആ രീതിയാണ് ചിന്തിക്കേണ്ടത്. ഇത് വാസ്തവത്തിൽ ഭാഗവത്തിൻ്റെ പ്രത്യേക സമ്പ്രദായം. അപ്പോൾ ഭാഗവത സമ്പ്രദായം അല്ലെങ്കിൽ മാർഗം എന്തെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തം. നമ്മളെല്ലാവരും തന്നെ ശരീരം എടുത്തവരാണ്. അത് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്താം. എങ്ങനെയായാലും നമ്മൾ ശരീരം എടുത്തത് അങ്ങനെ തന്നെ പറയണം. നമ്മൾ ജനിച്ചതെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മൾ ശരീരം എടുത്തത്. നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മതലത്തിലുള്ള സ്ഥൂലമായിരിക്കുന്ന ശരീരമെടുത്ത് ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അത്തരത്തിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് ആ സ്ഥൂലമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്ക് സ്ഥൂല ശരീരവുമായിട്ട് കടന്നു വന്ന ഞാൻ എൻ്റെ സൂക്ഷ്മതലത്തിലേക്കുള്ള യാത്രയാണ് ഈ സ്ഥൂല ശരീരവും വെച്ച് നടത്തുന്നത്. അതാണ് സാധന. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഓടി നടന്നു എന്ന് പറഞ്ഞിട്ടോ തീർത്ഥാടനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അവിടെ വാസ്തവത്തിൽ ശരീരത്തെ ഞാൻ എടുത്താണെന്നുള്ള ബോധം വേണം. എന്നാലേ നമ്മുടെ യാത്ര സുഗമം ആകുകയുള്ളൂ. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും ഞാൻ ആരെ എന്നുള്ള ബോധമില്ല എങ്കിൽ നമ്മൾ കാട് കയറി പോകും. അപ്പോൾ എല്ലാ തരത്തിലും ഈ ശരീരത്തെ എടുത്ത മനുഷ്യൻ ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര, അതിൻ്റെ പേര് തന്നെയാണ് സാധന. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ ഉദ്ദേശം എന്താ? സാധന. ഒരു നല്ല സാമഗ്രിയാണ്, നല്ലൊരു ഉപകരണമാണ്, നല്ലൊരു യന്ത്രമാണ്. അത്തരത്തിലുള്ള ഈ യന്ത്രത്തെ ഉപയോഗിക്കാനുള്ള കഴിവ് ഞാനെന്ന് പറയുന്ന ജീവന്, ഞാനെന്ന് പറയുന്ന ഈ ആത്മസ്വരൂപനായിട്ടുള്ള ജീവനുണ്ട്. ആ ജീവൻ ഈ ശരീരത്തെയും കൊണ്ടിങ്ങനെ അടക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഫൈലം മൊളസ്ക എന്ന് പറയുന്ന സുവോളജിക്കൽ ഈ പറയുന്ന ജന്തുവർഗത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫൈലം മൊളസ്കയെ പെട്ടിട്ടുള്ളൊരു ജീവിയാണ് ഈ പറഞ്ഞ ഉരുണ്ടുരുണ്ട് കിടക്കുന്ന ശംഖായാലും അതുപോലെയുള്ള മറ്റ് ജീവജാലങ്ങൾ. അതെല്ലാം തന്നെ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നു. ഒരു നല്ലൊരു തോട് അല്ലെങ്കിൽ ആ കൂട്, അതിൻ്റെ ഉള്ളിലാണത് കഴിഞ്ഞു കൂടുന്ന മാംസം എല്ലാം ഉള്ള ആ ജീവി. എന്നിട്ടിങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കും. ഉരുണ്ടുരുണ്ട് നടന്ന് അയാളുടെ ജീവിതം കഴിഞ്ഞാൽ ആ തോട് മാത്രമേ ഇങ്ങനെ അവശേഷിക്കും. ശംഖായിട്ട് നമ്മളെടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ തോട്, കട്ടിയായിട്ടുള്ള തോട് നമ്മൾ ഉപയോഗിക്കും, ഒരു ഉപകരണമാക്കി എടുക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യുന്ന പോലെ നമ്മൾ ചിന്തിക്കാനുള്ളത്, ഉരുണ്ടു നടക്കുന്ന ആ തോടല്ല ആ ജീവി, അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം, ആ ജീവനാണ് വാസ്തവത്തിൽ ജീവിയുടേത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതേ രീതിയിലാണ് നമ്മൾ ഉരുണ്ട് നടക്കുകയാണ്. ശരീരമെടുത്തതിന് ശേഷം ശരീരം കിട്ടിയെന്ന് അഭിമാനിക്കുന്ന നമ്മൾ അതിനെയും കൊണ്ട് ഇങ്ങനെ ഉരുണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കുകയാണ്. നടക്കുമ്പോൾ ഞാൻ ആരെ എന്നുള്ളൊരു ബോധം വേണ്ടേ? ഈ പറയുന്ന ശരീരം ഞാൻ എടുത്തതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന, കുടുങ്ങിക്കിടക്കുന്ന എന്ന് പറയാം. അത്തരത്തിലുള്ള ജീവൻ്റെ ഒരു പ്രത്യേക യാത്ര എന്ന് പറയുന്ന ഈ ശരീരം കൊണ്ടുള്ള ജീവിതം, അത് വേണ്ടതിൽ ക്രമപ്പെടുത്തലാണ്, ചിട്ടപ്പെടുത്തലാണ്, ലക്ഷ്യബോധത്തോടുകൂടി കൈകാര്യം ചെയ്യലാണ് ഭാഗവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവിടെയെല്ലാം തന്നെ നിങ്ങൾ ജനിക്കുന്ന ശൂദ്രഭാവത്തിലൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ്. അത്തരത്തിൽ അജ്ഞാനിയായിട്ടോ അല്ലെങ്കിൽ ശിശു, പശു അല്ലെങ്കിൽ ആ സമാനമായിട്ട് നമ്മൾ ശൂദ്ര സമാനമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ, അയാൾ വാസ്തവത്തിൽ ഇങ്ങനെ പ്രൗഢമായിരിക്കുന്ന ജ്ഞാനമാർഗത്തിലേക്ക് കടക്കുകയാണ്. ശൂദ്രനായിട്ട് ജനിക്കട്ടെ. ജനിച്ചതിന് ശേഷം ഈ ശൂദ്രത്വമെല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്നില്ലേ? LKG ക്ലാസ് മുതൽ ഇന്നത്തെ പഠന സമ്പ്രദായം ഒന്ന് പണ്ട് കളരിയിൽ. അങ്ങനെ കളരിയിലുള്ള വിദ്യാഭ്യാസമായാലും ഇന്നത്തെ വിദ്യാഭ്യാസമായാലും ശരീരത്തെ നമ്മൾ വാസ്തവത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പഠിക്കുന്ന വിഷയത്തിലേക്ക് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പ്രബുദ്ധന്മാരായി കഴിഞ്ഞാൽ, അങ്ങനെയാണ് വിപ്രം ജനിക്കുന്നത്. ദ്വിജത്വവും വിപ്രത്വവും എല്ലാം തന്നെ അപ്രകാരം സംഭവിച്ചിട്ടാണ് ബ്രാഹ്മണൻ ജനിക്കുന്നത്. അപ്പോൾ ഈ ദ്വിജത്വമായാലും വിപ്രത്വമായാലും ബ്രാഹ്മണ്യമായാലും ഇതെല്ലാം തന്നെ പിന്നാലെ നമ്മൾ സമാർജിക്കുന്ന കാര്യങ്ങളാണ്. ശൂദ്രത്വം എന്ന് പറയുന്ന ആദ്യം അനിവാര്യമായിട്ട് നമുക്കുള്ളതാണ്, അനിവാര്യമായിട്ട്. അപ്പോൾ ജനിച്ചു വീഴുമ്പോൾ ഒന്നും പറഞ്ഞുകൂടാത്ത, എട്ടും പൊട്ടുമില്ലാത്ത നമ്മൾ സാധാരണ മലയാള ഭാഷ, അത്തരത്തിലുള്ളൊരു വ്യക്തി പിന്നാലെ സമാഹരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ നേടുകയാണ്, സമാർജിക്കുകയാണ് വിദ്യ. ആ വിദ്യയുടെ പരമകാഷ്ഠയിൽ അയാൾ ബ്രാഹ്മണനാകുന്നു, സന്യാസിയാകുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ രീതിയല്ലാതെ മറ്റൊരു രീതിയും അവലംബിക്കരുത്. ഭാഗവത്തെ എല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ ആർക്കാ അധികാരമെന്ന് ചോദിച്ചാൽ ജിജ്ഞാസുവായിട്ടുള്ളൊരു വ്യക്തിക്ക്. ആ ജിജ്ഞാസുവായിട്ടുള്ള വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിലേ സത്യം പരം ധീമഹി വിലപ്പോവുകയുള്ളൂ. ധ്യാനിക്കാനുള്ള യോഗ്യത ധാരണയില്ല എങ്കിൽ എങ്ങനെ കിട്ടും? അപ്പോൾ എല്ലാ തരത്തിലും വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി ഒരു മനുഷ്യൻ
താനെടുത്ത ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് സാധന സമ്പന്നമായിട്ടുള്ള ജീവിതം നയിച്ച് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് എത്തുന്ന അത്തരത്തിലുള്ളൊരു പാത ഒരുക്കിത്തരുന്ന ഒന്നാണ് ഭാഗവതം. അത് വളരെ വ്യക്തമായിട്ടും പ്രഥമസ്കന്ധത്തിലെ ഇപ്പോൾ കുന്തിസ്തുതിയായാലും ഭീഷ്മസ്തുതിയായാലും ഈ പറയുന്ന പരീക്ഷത്തിൻ്റെ ജനനമായാലും ശാസിക്കുന്നോ കലിയെ ആരംഗമായാലും അവസാനം ഏതൊരു കലിയെയാണോ ശാസിച്ച ആ കലി തന്നെ ബാധിക്കുന്ന, അതായത് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ആരെയെല്ലാം തന്നെ നിയന്ത്രിച്ചാലും ഒരു ദുർബല നിമിഷത്തിൽ പല അപകടങ്ങളും സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ദൗർബല്യം എന്ന് പറയുന്ന ദുർബലമായിട്ടുള്ള നിമിഷം എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. അങ്ങനെയുള്ള ദൗർബല്യം വരുന്ന സന്ദർഭത്തിൽ എന്തു വേണമെങ്കിലും ഛേദം സംഭവിക്കാം. അതേ ദൗർബല്യത്തിന് അടിമയാകരുത് എന്നുകൂടി ഇവിടെ വരുന്നുണ്ട്. എന്താ ദൗർബല്യം? കലിക്ക് കീഴടങ്ങാതിരിക്കുക, കാമക്രോധാദികൾ നമ്മളെ തീണ്ടാതിരിക്കുക, ദാഹവും വിശപ്പും എല്ലാം തന്നെ നമ്മളെ അലട്ടാതിരിക്കുക. ഇവിടെ പരീക്ഷത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ അരക്കിട്ടുറപ്പിക്കേണ്ടത് നമ്മളിൽ ദൗർബല്യം എന്ന് പറയുന്നത് വരരുത്. എവിടെയാണ് ഈ ദൗർബല്യം? മനസ്സിലാണ്. ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ ദൗർബല്യം നുഴഞ്ഞു കയറുകയാണ്. അപ്പോൾ ഈ ദൗർബല്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഒരു ഭാവവും ഭാഗവുമാണ്. അങ്ങനെയുള്ള ദൗർബല്യം എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ചിന്ത നമുക്ക് വേണം. ബിവെയർ, കെയർഫുള്ളായിട്ടിരിക്കുക. മരണം വരുവിനി എന്ന് നിനച്ചികമരുക എന്ന് പറയുന്നേക്കാൾ ദൗർബല്യങ്ങൾ വരും. ഏറ്റവും മോശമായിട്ടുള്ള ദൗർബല്യങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നമ്മൾ വിസ്മരിച്ചിട്ട് ഒരു അബദ്ധസഞ്ചാരത്തിന് ഇടവരും. അത് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെല്ലാവരും തന്നെ അങ്ങേയറ്റം നല്ല ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെന്ന് നിഷ്കർഷിച്ച് നിർദ്ദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണിവയെല്ലാം. വിശക്കുക, ദാഹിക്കുക, ഉടനെ തന്നെ ക്രുദ്ധനാവുക, ധ്യാനിച്ചിരിക്കുന്ന വ്യക്തി ധ്യാനിച്ചിരിക്കുകയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാകുക. രാജാവാണ്, ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ്, ഈശ്വരനെ കണ്ട രാജാവാണ്, ഈശ്വരനെ കാണാൻ കൊതിച്ചുകൊണ്ട് ഓടി നടക്കുന്ന രാജാവാണ്. എല്ലാ തരത്തിലും ഈ പാണ്ഡവവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഈ എക്കതിക്ക് പെട്ടെന്ന് ചുണ്ടി വരിക. അങ്ങനെ കാമത്തിനും ക്രോധത്തിനും ഇങ്ങനെ അടിപ്പെട്ടുകൊണ്ട് ചത്തപാമ്പിനെ എടുത്ത് ധ്യാനനിഷ്ഠനായിട്ടുള്ള യോഗിവര്യൻ, അദ്ദേഹം യോഗാസനത്തിലാണ്, യോഗനിഷ്ഠനാണ്, അദ്ദേഹം സമാധ്യവസ്ഥയിലാണ്, അദ്ദേഹം ഒന്നും അറിയുന്നില്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി ദൗർബല്യത്തിന് കീഴടങ്ങി. നോക്കൂ. അപ്പോൾ ജീവിതം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൗർബല്യത്തിന് ഇടവരുത്തുന്ന ഒന്നാണ് എന്നും ആ ദൗർബല്യത്തിന് കീഴ്പ്പെടാതെ നമ്മൾ ശക്തമായിട്ട് ഈ ജീവിതത്തെ കൊണ്ടു നടക്കണമെന്നും ഒരു നിർദ്ദേശം. ഇനി ദൗർബല്യം വന്നുവെന്നിരിക്കട്ടെ, ഇവിടെയും ദൗർബല്യം വന്നു, അതിന് കീഴടങ്ങി, എന്നിട്ട് വൃത്തികെട്ടൊരു പ്രവൃത്തിയും ചെയ്തു, അരുതാത്ത സംഗതിയാണ്. അങ്ങനെ ചത്തപാമ്പിനെ എടുത്ത് ശമീകൻ്റെ കഴുത്തിലിട്ട് പിന്നെ പരിതാപത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടിയാണ് കൊട്ടാരത്തിൽ ചെന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാൻ ചെയ്തു പോയത് തെറ്റാണ്, കുറ്റമാണ്, പശ്ചാത്താപം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ പശ്ചാത്തപിച്ചിരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്യും? ഇനി രണ്ടാമതേന്ന് കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് താഴെ ഇട്ടിട്ട് സോറി പറഞ്ഞാൽ മതിയോ? അതൊന്നും നടക്കില്ല. അവിടെ ഇരുന്നു കൊണ്ട് ചെയ്തു പോയ തെറ്റ്, ആ കുറ്റത്തിന് ഇനി എന്താണ് പ്രതിവിധി? അപ്പോഴാ കേൾക്കുന്നത് 7ാമത്തെ ദിവസം നിന്നെ തക്ഷകൻ കടിക്കും എന്ന്. പശ്ചാത്താപവിവശനായിട്ട് താൻ ചെയ്തു പോയ പ്രവൃത്തി ഒരിക്കലും അരുതാത്ത പ്രവൃത്തിയാണോ എന്ന് ബോധ്യം വന്നൊരു വിവേകി. അവിടെയാണ് നിത്യാനിത്യ വിവേകം കൊണ്ട് സമ്പന്നമായ മനുഷ്യൻ്റെ മനസ്സ്. ദൗർബല്യമൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ പിന്നാലെ ഈ വിവേകം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് തെറ്റായിപ്പോയി എന്ന് കണ്ട ആ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് പരിഹാരത്തിന് എന്താ മാർഗം? അപ്പോഴാണ് ശാപം. 7ാമത്തെ ദിവസം മരിക്കും. അപ്പോൾ 7ാമത്തെ ദിവസം മരിക്കും എന്ന് പറഞ്ഞപ്പോൾ 7 ദിവസത്തെ അവധി കിട്ടിയിരിക്കുകയാണ്, നീ വേണ്ടത് ചെയ്തുകൊള്ളൂ, നിനക്ക് ഇത്രയും സമയം തരികയാണ്, സോ മച്ച് ഗ്യാപ്പ്, അല്ലെങ്കിൽ അത്രയും സമയം നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു, നിൻ്റെ മരണം ഇപ്പോഴില്ല, 7 ദിവസക്കാലം കൂടി നിനക്ക് വാസ്തവത്തിൽ ജീവിതം തരാം. എന്തിനത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം വാസ്തവത്തിൽ എത്രയാണ് എന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മളിതിനെ കാള കളിച്ച് നടക്കുകയാണ്. നേരെ മറിച്ച് 7 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടാൽ ഇന്നത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ഇന്നത്തെ മനുഷ്യനായ 7 ദിവസം കൊണ്ട് എന്തെല്ലാം ഭോഗങ്ങളാണോ, എന്തെല്ലാം കാര്യങ്ങളാണോ വെട്ടിപ്പിടിക്കാൻ ഉള്ളത്, അതെല്ലാം തന്നെ നേടാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടും ഇന്നത്തെ മനുഷ്യൻ. പക്ഷേ പരീക്ഷിത്ത് അദ്ദേഹത്തിനുള്ള ജിജ്ഞാസ വേറെ തരത്തിലായതുകൊണ്ട്, ഞാൻ ആരാണെന്നറിയാനും ഞാൻ ഈശ്വരനെ കാണാൻ കൊതിക്കുന്നവനായതുകൊണ്ടും ഈശ്വരനെ കണ്ട് മറഞ്ഞുപോയൊരു തത്വമായതുകൊണ്ട് അതിന് വീണ്ടും കാണാൻ ഈ ജീവിതം ഉപയോഗിക്കണമെന്നുള്ള ചിന്ത കൊണ്ടും അങ്ങനെ എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തയുടെ ഉടമസ്ഥനായിരിക്കുന്ന പരീക്ഷത്ത് എന്തു ചെയ്തു? ഏതായാലും 7 ദിവസമുണ്ട്, ആ 7 ദിവസത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാം. ആ വിനിയോഗിക്കുക എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. മന്ത്രങ്ങളെല്ലാം തന്നെ പഠിക്കുമ്പോഴും വിനിയോഗം നമ്മൾ പറയാം, ജപേ വിനിയോഗ. അപ്പോൾ ജപിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് അവിടെ വെറും ജപമല്ല ഉദ്ദേശിക്കുന്ന, അവിടെ ഒരു യോഗമുണ്ട്. വിനിയോഗത്തിലും പ്രയോഗത്തിലും ഉപയോഗത്തിലും
എല്ലാത്തിലും യോഗാവസ്ഥയില്ലാത്തൊരു വാക്കില്ല, യോഗ. അപ്പോൾ ഈശ്വരനുമായിട്ട് യോജിക്കുന്ന രീതിയിലേക്ക് ഏതൊരു സ്തോത്രമായാലും ജപമായാലും മന്ത്രമായാലും തന്ത്രമായാലും അതിലൂടെ ആ വിനിയോഗം ചെയ്തിരിക്കുന്ന യോഗത്തിലേക്കാണ്. അപ്പോൾ പരീക്ഷിത്ത് നിശ്ചയിച്ചു, ഞാൻ ഏതായാലും ജനിച്ചു വീണില്ലേ, ഭഗവാനുമായിട്ട് അകന്നുപോയി. ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുണ്ട് വീണപ്പോൾ ആരോഹണത്തിന് പകരം അവരോഹണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അകന്നുപോയി ഈശ്വരനുമായിട്ട്. കുണ്ടലിനി വിദ്യയിൽ പ്രത്യേകിച്ച് നമ്മൾ ഷഡ്ചക്രങ്ങളെ ഭേദിക്കുന്ന വിദ്യയിൽ തന്നെ പഠിക്കുമ്പോൾ അവിടെ ഈശ്വരൻ തലയിലിരിക്കുകയും ഈശ്വരി താഴത്തിരിക്കുകയും ചെയ്യുക. ഏറ്റവും താഴത്തിരിക്കുന്ന ഈശ്വരിയോടൊപ്പം ഞാനും ചെന്നിരിക്കുക, അവിടെ ഗണപതിയും കൂട്ടായിട്ട് വരിക. ഇതെല്ലാം ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ എല്ലാ തരത്തിലും അകൽച്ചയാണ് ജന്മം കൊണ്ടുണ്ടായത്. ഈശ്വരനുമായിട്ട് അകന്നുപോയി. ആ അകൽച്ച എന്ന് പറയുന്ന വിയോഗത്തിൽ നിന്നും നേടേണ്ടത് എന്താ? അതിൻ്റെ എതിർപദമായിരിക്കുന്ന യോഗം. അപ്പോൾ ജനിക്കുക എന്ന് പറയുന്ന പ്രസവത്തിലൂടെ കരഗതമായ ആ വിയോഗത്തിന് മാറ്റം വന്നിട്ട് യോഗാവസ്ഥയിലേക്ക് പോകാൻ 7 ദിവസക്കാലമുണ്ട്. അങ്ങനെ 7 ദിവസക്കാലത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാമെന്ന് കരുതിയിരിക്കുന്ന പരീക്ഷിത്ത്, ഇവിടെയാണ് നമ്മൾ പത്മപുരാണാന്തർഗതമായിരിക്കുന്ന ധുന്തുകാരി 7 മുട്ടുള്ള മുള അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതും ഓരോ മുള മുട്ടും പൊട്ടിച്ചുകൊണ്ട് 7 ദിവസക്കാലം കൊണ്ട് മുട്ടുകളെല്ലാം വന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വന്നത് ചിന്തിക്കേണ്ട സമയം ഇവിടെയാണ്. 7 ദിവസം തക്ഷകൻ കടിക്കാൻ 7 ദിവസം കാലാഹി, കാലമായിരിക്കുന്ന സർപ്പം നിന്നെ കടിക്കാനായിട്ട് 7 ദിവസക്കാലമുണ്ട് എന്ന് പറഞ്ഞ് ആ ഡ്യൂറേഷൻ ജീവിതത്തിൻ്റെ അവധി നിശ്ചയിച്ച് തന്ന ആ മഹത് വ്യക്തിത്വം, അല്ലെങ്കിൽ ഈ പറയുന്ന ശൃംഗി എന്ന് പറയുന്ന ശമീക മഹർഷിയുടെ മകൻ, ഇദ്ദേഹത്തിന് അവസരമൊരുക്കി കൊടുത്തു. ജീവിതത്തെ ധന്യമാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നീ വിദ്യ വല്ലതുമുണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളൂ, നിനക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നീ ചെയ്യുക. ഏതൊരു വിയോഗത്തിൽ നിന്നാണ് യോഗത്തിലേക്ക് നിനക്ക് കടക്കാൻ ആഗ്രഹമുള്ളത്, അതിന് വേണ്ടിയിട്ട് 7 ദിവസം നിനക്ക് തന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗവതം നിവൃത്തിശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ ഉരുത്തിരിയുന്ന ഈ രംഗങ്ങളെല്ലാം തന്നെ, അത് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ്, അതായത് രംഗസജ്ജീകരണം, ആ രംഗസജ്ജീകരണത്തിലാണ് വാസ്തവത്തിൽ പിന്നെ ഈ നടന്മാരെല്ലാവരും തന്നെ വന്ന് ആടുന്നത്. അപ്പോൾ സ്റ്റേജെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ നടന്മാർക്ക് കയറി അരങ്ങിലുള്ളത് അണിയറയിലേക്ക് പോകുന്ന അണിയറയിൽ നിന്ന് അരങ്ങിലേക്ക് വരുന്നതൊക്കെ ഈ പറയുന്നതിൽ മനസ്സിലാക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളെല്ലാവരും നടന്മാരാണ്, ആടാൻ വന്നവരാണ്. ഈ പറയുന്ന ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ലോകത്തേക്ക്, ഈ അരങ്ങിലേക്ക് ആടാൻ വന്നിരിക്കുന്നത് നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പരീക്ഷത്തിൻ്റെ ജന്മം എടുത്താൽ അറിയും. ഇത് തന്നെ എല്ലാവരുടെയും കഥ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൂക്ഷ്മതലത്തിലുള്ള സ്ഥൂലഭാവത്തിലേക്ക്, അമ്മയുടെ ഗർഭത്തിലേക്ക്, അവിടെ നിന്ന് ഇങ്ങനെ ആ ഗസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ് ലോകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു, നടനം അല്ലെങ്കിൽ നടന്മാരായിട്ട് വന്നു. എന്നിട്ട് നല്ല രീതിയിൽ നാടകം അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയിൽ നാടകം അഭിനയിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് വളരെ വ്യക്തമായിട്ട് ഭാഗവതത്തിന് ബോധ്യമുണ്ട്. നിങ്ങൾ നാടകം അഭിനയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരുക. നിങ്ങൾ എവിടെ നിന്നാണ് പോകുന്നത് അങ്ങോട്ടേക്ക് പോരുക. അത് മറ്റെങ്ങുമല്ല, ഈശ്വരൻ്റെ അടുത്തുനിന്നാണ്. ചിന്തിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും ഈ പ്രഥമസ്കന്ധത്തെ വേണ്ട രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാഗവതം എന്ന് പറയുന്ന നിവൃത്തിശാസ്ത്രത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഗഹനത, ഗുപ്തമായിരിക്കുന്ന ഗോപ്യമായിരിക്കുന്ന സംഗതികൾ ഒന്നുകൂടി നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ളൊരവസരം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭാഗവതവും എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം എടുത്തു തന്നെ. ഇത്തരത്തിലുള്ള പ്രഥമസ്കന്ധത്തിൽ ഇവിടെ കാണുമ്പോൾ പ്രഥമസ്കന്ധം അതിനകത്തേക്ക് വരാനിരിക്കുന്നു അടുത്ത ആഴ്ചയിലെ പ്രഭാഷണത്തിൽ. ഏതായാലും അടുത്ത ഈ പറയുന്ന പ്രഭാഷണത്തിൽ കൊണ്ടുവരുന്ന പ്രവൃത്തിശാസ്ത്രമായിരിക്കുന്ന ദേവി ഭാഗവതത്തിലെ ആദ്യത്തെ ആ സ്കന്ധം എടുത്തു നോക്കുമ്പോൾ കഥയുടെ പോക്ക് ഇത്തരത്തിലല്ല. തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ശക്തനായിരിക്കുന്ന തിരക്കഥാകൃത്ത്, നല്ല ഒരു സിനിമാ സംവിധായകനുമൊക്കെ ആയിരിക്കുന്ന വേദവ്യാസര് അവിടെ രചിച്ച കൂട്ടല്ല ഇവിടുത്തെ രചനയ്ക്ക് ആകെ മാറ്റം വന്നു. അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്ന നിവൃത്തിശാസ്ത്രത്തിൻ്റെ ശൈലി അത് വിട്ടിട്ട് ഇവിടെ പ്രവൃത്തിശാസ്ത്രത്തിൻ്റെ ശൈലി വ്യത്യസ്തമായി. പാണ്ഡവന്മാരുടെ കഥയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ ഭഗവതിയുടെ മാഹാത്മ്യമെല്ലാം തന്നെ വർണ്ണിക്കുന്നുണ്ട്. പ്രഥമസ്കന്ധത്തിൽ തന്നെ മധുകൈടവന്മാരെ നിഗ്രഹിക്കുന്ന രീതിയും എല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രഥമസ്കന്ധത്തിലും ഈശ്വരീയത, ദേവിക്കുള്ള പ്രാധാന്യം ഇങ്ങനെ ഊന്നി പറയുന്ന രീതി കാണാം. ഇതിലെ പ്രഥമസ്കന്ധവും അതിലെ പ്രഥമസ്കന്ധവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ശക്തമായിട്ടുള്ള 3 തരത്തിലുള്ള അവതാരങ്ങളിൽ ഭദ്രകാളിയുടെ പ്രാദുർഭാവം ഉണ്ടാകാനുണ്ടായ ഇട അതെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണാം. അവിടെയും ജീവൻ്റെ ഗതിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ദേവി 3 അവതാരങ്ങൾ എടുക്കുകയും ദേവൻ 3 അവതാരങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ ഈശ്വരൻ 3 അവതാരങ്ങൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരായിട്ട് എടുക്കുകയും നേരെ മറിച്ച് ഈശ്വരി എന്ന് പറയുന്ന 3 അവതാരങ്ങൾ അത് 3 തരത്തിൽ വേറെ എടുക്കുകയും ചെയ്യുന്നതിൽ നിന്ന്
അവിടെയെല്ലാം തന്നെ 3 എന്ന് പറയുന്ന ത്രിപുടി, ആ ത്രിപുടി മുടിയാനുള്ള മാർഗങ്ങളാണ് എല്ലായിടത്തും പറയുന്നതെന്നുള്ളത് മറക്കാതിരിക്കുക. ത്രിപുടി മുടിഞ്ഞേ മതിയാവും. ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറയുന്ന കാലത്തിൻ്റേതായിട്ടുള്ള ഗതികേട്, അതിൽ നിന്ന് നമ്മൾ മോചനം നേടുക. ഏതൊരു ഗുണങ്ങളാണോ വാസ്തവത്തിൽ സൃഷ്ടിസ്ഥിത്യാദികൾക്കെല്ലാം തന്നെ കാരണമായിട്ടുള്ളത്, അതിൽ നിന്ന് മോചനം നേടുക. അപ്പോൾ മോചനമെന്ന് പറയുന്ന വാക്കല്ലാതെ മറ്റ് യാതൊന്നും ഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തിലുമില്ല, ദേവി ഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തിലുമില്ല. മോചനത്തിനുള്ള മാർഗമെല്ലാം തന്നെ അടിത്തറവായിക്കൊണ്ട് ഇവിടെ പോകുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേവി ഭാഗവത്തിൽ മറ്റൊരു രീതി നമുക്ക് കാണാം. അത് വാസ്തവത്തിൽ നമുക്ക് അടുത്ത എപ്പിസോഡെന്നൊക്കെ പറയാമല്ലോ, ഏതായാലും അടുത്ത ആ പ്രഭാഷണത്തിൽ കേൾക്കാം. സർവചൈതന്യ രൂപം തം ആദ്യം വിദ്യം ച ധീമഹി ബുദ്ധിം യാ എന്ന പ്രചോദയാൽ. സത്യം പരം ധീമഹി എന്ന് ഭാഗവത്തിൽ നമ്മൾ നിവൃത്തിശാസ്ത്രത്തിൽ ധ്യാനിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അവിടെ ഈ പറയുന്ന സർവചൈതന്യ രൂപിണിയായിരിക്കുന്ന അമ്മ ആദ്യം വിദ്യയായിട്ടിരിക്കുന്നത്, വിദ്യയാണല്ലോ മോചനത്തിന് ഹേതു, അങ്ങനെയുള്ള ദേവിയെ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് പ്രചോദനം? ബുദ്ധിക്ക്. എന്തിനാ ബുദ്ധിക്ക് പ്രചോദനം? നമ്മൾ ഓരോരുത്തരും ആര് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയിലേക്ക് എത്താൻ. എന്തിനാണപ്പോൾ അത്? ആ ധ്യാനം ഉറയ്ക്കുന്നതിന് വേണ്ടി. സർവചൈതന്യ രൂപം തോം ആദ്യം വിദ്യാം ചതീമയി ബുദ്ധിം യാ എന്ന പ്രചോദയാൽ. ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഷഡ്ചക്രങ്ങളെ ഭേദിക്കാതെ നിവൃത്തിയുണ്ടോ? ആ 7ാമത്തെ തലയിലേക്ക് കടക്കാൻ നിവൃത്തിയുണ്ടോ? ഞാൻ ജനിച്ചു വീണ ഈ മൂലാധാരം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ പരസ്പരം കണക്റ്റഡ്, ഇൻ്റർ കണക്റ്റഡും കണക്റ്റഡുമായിരിക്കുന്ന ഈ 2 പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്ന ശാസ്ത്രങ്ങളെ നമ്മൾ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്തൊരു പ്രബുദ്ധത, ഒരു ഉത്ബുദ്ധത, അല്ലെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു തീഷ്ണത, ഒരു തീവ്രത, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നതിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു സന്മനസ്, ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യയായിട്ട് രണ്ടിനെയും കാണുക. രണ്ടും വിദ്യയാണ്. ആ വിദ്യ എന്ന് പറയുന്നത് ഈശ്വരീയമായിട്ടുള്ളത്, നമ്മൾ വാസ്തവത്തിൽ മോചനത്തിന് വേണ്ടിയിട്ടുള്ളത്, മായയെ തരണം ചെയ്യാനുള്ളത്, അത്തരത്തിലുള്ള വിദ്യയാണ്. ഒന്നമോ ഭഗവതേ വാസുദേവായ ആയാലും, ഇനി ഇവിടെ സർവചൈതന്യ രൂപിണിയായിരിക്കുന്ന അമ്മയെ ധ്യാനിക്കുന്നതായാലും, ഭുവനേശ്വരി സങ്കല്പമെല്ലാം തന്നെ ഇവിടെ പലപ്പോഴും വരുന്നുണ്ട്. ഐഹ്രീം ക്ലിഞ്ചാവുണ്ടായി വിച്ചേ എന്ന് പറയുന്ന അക്ഷരീ മന്ത്രത്തിൻ്റെ അടിസ്ഥാനം ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ 3 പൊരുൾ 3ആയിട്ട് ഇങ്ങനെ വികസിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിടർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നിലേക്ക് കടന്നു വരുന്ന രംഗുവൊക്കെ അവിടെ കാണാം. അവിടെയും അഹമ്മമ എന്ന് പറയുന്ന സംഗതികളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കണമെന്നുള്ള നിർദ്ദേശവും കാണാം. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ഇവിടെ പര്യവസാനിപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.